ഹലോ ഗായ്സ്, വെൽക്കം ടു തനിനാടൻ ഫാമിലി. ഇറ്റ്സ് മീ പ്രതീക്ഷ. സോ ഇന്നത്തെ വീട്ടിൽ നമ്മൾ നമ്മുടെ വല്യച്ഛൻ്റെ വീട്ടിലോട്ട് പോവാണ്. സോ ഗായ്സ്, ഇവിടെ നമ്മൾ എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അപ്പൂണ്ണന് ജോലി കിട്ടി ഗൈസ്. അപ്പോൾ 2-3 ദിവസം കഴിയുമ്പം അപ്പൂണ്ണൻ ജോലിക്ക് പോകും ഗൈസ്. ബോംബെയിൽ നല്ല സൂരത്ത് ആ ഭാഗത്തൊക്കെ. അപ്പോൾ ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ 2-3 ദിവസം മുമ്പ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ പോവുകയാണ്. അങ്ങനെ നമ്മൾ ഇന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രാമീണ റോഡൊക്കെ നമ്മൾ കവർ ചെയ്ത് പോവുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ ഇവിടെ ഭയങ്കര ഗ്രാമീണ റോഡാക്കി ഓടണം. ഞാൻ നിങ്ങളെ നേരത്തെ സിനിമയുടെ വീഡിയോയിലൊക്കെ കാണിച്ചപ്പോൾ നിങ്ങൾ കണ്ടു കാണും. ഗ്രാമീണ റോഡൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇവിടെ നമ്മൾ താമരക്കുളത്തോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ താമരക്കുളം വഴിയാണ്. ഇവിടെ ചെടിയുള്ള ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു, നഴ്സറി പോലെ. അപ്പം നമ്മൾ അതൊക്കെ കടന്ന് നമ്മൾ നേരെ പോവാണ് ഗൈസ്. അപ്പം ഇവിടെ എനിക്ക് ഒത്തിരി അങ്ങനെ മ്യൂസിക് ഇടാനൊന്നും ലൈക്ക് ഒത്തിരി പറയാനൊന്നും ഇല്ല, എന്തായാലും പറയുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ വ്ളോഗ് ഇട്ടിട്ട് കുറേ നാളായിട്ടൊന്നും ഇല്ല. ഇതും ബാക്കിയുള്ള വ്ളോഗുകളെ പോലെ അടുപ്പിച്ചടുപ്പിച്ചിരുന്നു. ആൻഡ് താമരക്കുളത്തെത്തി. റിയാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പാലും പൊളിച്ചിട്ടുണ്ട്. നമ്മൾ വേറെ വഴി കൂടെ വരുന്നത്. അപ്പോൾ നമ്മൾ വന്നിട്ട് ATM-ൽ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് പൈസ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ATM-ലൊക്കെ നിർത്തി. എൻ്റെ ക്യൂട്ടായിട്ടുള്ളൊരു ഫോട്ടോ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഡോണ്ട് ലൈക്ക് ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ATM-ൽ പോയപ്പം അവിടെ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു, കുറച്ച് ഇതുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ATM-ലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് മൈനാഗപ്പള്ളിയിലാണ്. നമ്മുടെ മാമൻ്റെ ആണെങ്കിലും അപ്പച്ചിയുടെ ആണെങ്കിലും വലിയച്ഛൻ്റെ ആണെങ്കിലും അതൊക്കെ വീട് മൈനാഗപ്പള്ളി ഭാഗത്തായിട്ട്, കുറ്റിമുക്ക് ആ ഭാഗത്തായിട്ടൊക്കെ വരും. സോ എൻ്റെ വീടിന് ലൈക്ക് എൻ്റെ കൂട്ടുകാരെ കുറച്ച് ശാസ്താനടയിലൊക്കെ താമസിക്കുന്നവരുണ്ട്, അവർക്ക് മൈനാഗപ്പള്ളി അറിയായിരിക്കും. അപ്പോൾ ആ സ്ഥലത്താണ് കേട്ടോ. ഏകദേശം പറയുകയാണെങ്കിൽ കുറ്റിമുക്ക് ആ ഭാഗത്തൊക്കെയാണ് അവരുടെ വീട്. കൂട്ടുകാരുടെ അല്ല, ഐ മീൻ വലിയച്ഛൻ്റെ അപ്പച്ചിയൊക്കെ വീട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇത് ഏതാ സ്ഥലമെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് സ്ഥലപ്പേരുകളൊന്നും അറിയില്ല, പക്ഷേ ഞാൻ അങ്ങനെ സ്ഥലപ്പേരൊന്നും നോട്ട് ചെയ്യാറില്ല. ഇത് ഏകദേശം ആനയുടെയൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന ഭാഗത്താണ് കേട്ടോ. ഗൈസ്, വീണ്ടും ഒരു ക്യൂട്ട് ഫോട്ടോ ഞാൻ സ്റ്റാൻഡ് വെച്ചെടുത്താണ് ഇത്. പിന്നെ ഇതും സ്റ്റാൻഡ് വെച്ചെടുത്തൊരു വീഡിയോ ആണ്. ചുമ്മാ ഒരു ഡിഫറൻസ് സാധനം എടുത്താണ്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാം. ഇതിന് ഞാൻ പാട്ടിട്ടായിരുന്നു, അത് ഇതിനകത്ത് വരുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇതായിപ്പോൾ നമ്മൾ പകുതി വഴിയായി ഭരണിക്കാവ് ഭാഗം വരുന്നു. ഗൈസ്, ഞാനിതെന്താ സൂം ചെയ്ത് കാണിച്ചതെന്ന് വെച്ചാൽ എൻ്റെ പേരുള്ളൊരു കടയുണ്ട് ഗൈസ്. അതെനിക്ക് ഭയങ്കരമായിട്ട് വലിയൊരു അഭിമാനം, വലിയ കാര്യമായിട്ട് തോന്നുന്നു. എൻ്റെ പേരുള്ളൊരു വണ്ടി ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമ്മൾ ശിവഗിരിയിൽ അവിടെ പോകുന്ന വഴിക്ക് പ്രതീക്ഷ എന്ന പേരുള്ള ബിൽഡിങ് കണ്ടിട്ടുണ്ട് ഗൈസ്. ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് ഞാൻ ആ കട സൂം ചെയ്ത് കാണിക്കുമായിരുന്നു. അതൊരു തുണിക്കടയാണ് കേട്ടോ. അപ്പം ചുമ്മാ അത് കാണിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സിഗ്നൽ ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ അവിടെ നിർത്തിയിട്ട് പിന്നെ നമ്മൾ പോവുകയാണ്. സോ ഇതിലേ കൂടെ നമ്മളിനി പോകണം. ഒത്തിരി അങ്ങ് ദൂരമൊന്നും ഇല്ല, എന്നാലും നമ്മൾ ഒരിടത്ത് പോകുമ്പോൾ ഭയങ്കര ദൂരമായിരിക്കും, പക്ഷെ തിരിച്ച് വരുമ്പോൾ പെട്ടെന്ന് ഗൈസ്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ തോന്നുന്നത്. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെടുത്തോട്ട് പോകുന്നത് റെയിൽവേ ക്രോസാണ്. എപ്പോൾ വന്നാൽ ഇവിടെ നിർത്തിയിടേണ്ട സിറ്റുവേഷൻ. ചില സമയത്ത് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ ട്രെയിൻ 2 കണ്ടുണ്ടായിരുന്നു. ഇതൊരു അല്ലാത്തൊരു ട്രെയിനും പിന്നെ ഒരു മെമ്മോയും വന്നായിരുന്നു. അപ്പോൾ 2 ട്രെയിനുകളുണ്ടായിരുന്നു. അപ്പം ഇതിന് ഞങ്ങൾ നിർത്തിയിട്ടേക്കുമായിരുന്നു. ട്രെയിൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതി വരുന്നുണ്ടായിരുന്നു. എനിക്ക് ട്രെയിൻ ഭയങ്കര ഇഷ്ടമാണ്. ട്രെയിനൊക്കെ കണ്ടു. പിന്നെ ഇത് നമ്മുടെ മെമ്മോ ഉണ്ട്, അത് പതുക്കെ പോകുന്നു. അങ്ങനെ മെമ്മോയും കണ്ടു. സോ ഇതിലെ കൂടെ കടന്നു പോകുന്നിടത്താണ് നമ്മുടെ വലിയച്ഛൻ്റെ ഒക്കെ വീട്. അങ്ങനെ നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പം ഇവിടെ അമ്മ സൈഡിൽ പോകണം. അമ്മ എനിക്ക് വോയിസ് ഓവർ ചെയ്യുന്ന വീഡിയോ ഒക്കെ തരുന്നുണ്ട്. സോ നമ്മൾ നേരെ ഇനി പോകാൻ വേണ്ടിയില്ല. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ വഴിയൊക്കെ കടന്ന് പോകുമായിരുന്നു. അപ്പം ഞാൻ ഒത്തിരി ഒന്നും വീഡിയോ എടുത്തില്ലായിരുന്നു. വലിയ വീഡിയോ ആയാലും നിങ്ങൾക്ക് ബോറടിക്കുന്നു വിചാരിച്ചിട്ട് ചെറിയൊരു വീഡിയോ ആണ് എടുത്തത്. ഇത് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. എനിക്ക് എവിടെയാണെന്ന് ഓർമ്മയില്ല കേട്ടോ. ഞാൻ വീഡിയോ എടുത്തെങ്കിലും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഏകദേശം നമ്മൾ വലിയച്ഛൻ്റെ വീടിനടുത്തോട്ടൊക്കെ ആവാറായി. ഇനി നമ്മൾ അങ്ങോട്ടേക്ക്
പോകണം. ആദ്യം നമ്മൾ വലിയച്ഛൻ്റെ അടുത്താട്ടോ പോയത്, അത് കഴിഞ്ഞ് നമ്മൾ അപ്പച്ചി അടുത്ത് പോയതാണ്. സോ നമുക്കിനി വലിയച്ഛൻ്റെ അടുത്തോട്ട് പോകാം. അപ്പോൾ നമ്മൾ വലിയച്ഛൻ്റെ വീട്ടിൽ എത്തി ഗൈസ്. നമ്മൾ വണ്ടി ഇനി നമ്മൾ സൈഡിലാട്ടോ വണ്ടി കൊണ്ടിട്ടത്. നമ്മൾ അകത്തോട്ട് കയറ്റാൻ കുറച്ച് പാടാണ്, കാരണം നമ്മളിവിടെ സൈഡിലായിട്ടത്. പിന്നെ നമ്മൾ കയറ്റിയിട്ടൊക്കെ ഉണ്ട്, എന്നാലും നമ്മളിവിടെ എളുപ്പത്തിന് വേണ്ടി വിട്ടിട്ട് നമ്മൾ ഇനി വലിയച്ഛൻ്റെ വീട്ടിലോട്ട് കയറിപ്പോവാണ്. അപ്പം ഇതങ്ങോട്ട് പോകുമ്പോഴാണ് വലിയച്ഛൻ്റെ വീട്. ഇതിനുള്ളിലും വേറെ വീടുണ്ട്, ലെഫ്റ്റും റൈറ്റിലോട്ടൊക്കെ വീടുണ്ട്. അപ്പോൾ നമ്മളിനി വലിയച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം നടന്ന് ഇങ്ങനെ കാഴ്ചകൾ കണ്ടുപോകാൻ നല്ല രസമാണ് കേട്ടോ ഇവിടെ. അപ്പം ഇങ്ങനെ നടന്ന് നമ്മൾ പോവാണ്. സോ ഗൈസ്, നമ്മളെത്തി സ്ഥലത്ത്. നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്, വലിയച്ഛൻ്റെ വീട്ടിലേക്ക്. വീട്ടിലിട്ട് ഓക്കെ. തിരിച്ചു വരുമ്പോൾ നമ്മൾ മാമൻ്റെ വീട്ടിലൊക്കെ പോകുന്നു പറയുന്നുണ്ടായിരുന്നു. മാമൻ്റെ അപ്പച്ചിയുടെ എങ്ങനെയല്ലോ പറയാൻ പോകുന്നുണ്ട്. ടോർക്കോട്ടോ ലൈറ്റൊന്നും വർക്കൗട്ടാവില്ല ഗൈസ്. ബൈ. വണ്ടി നമ്മൾ അങ്ങോട്ടേക്ക് കയറ്റുവാണ് ഗൈസ്. സാധനമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. സ്റ്റാൻഡ് ചോദിക്കുന്നതാണ് കേട്ടോ, ഒട്ടും വരാത്ത. സാമാനൊന്നൊക്കെ പറയുന്നുണ്ട് കേസ്. എന്തുവാ ഓണ്ട അതിന്റെ മേളിരിക്കുക. നിങ്ങളൊന്ന് അടങ്ങിയിരിക്കാവോ? പട്ടിയെ കണ്ടുകൊണ്ടാണ് കേസ് നമ്മൾ ഇതിലേ കൂടെ പോകുന്നത്. ഇവിടെ ഒന്നും ആരുമില്ല, പതിവ് പോലും ഇല്ല. ഹായ്, ഇതാണ് എന്നെ എപ്പോഴും കോൺസ്റ്റന്റ്ലി ഗൈസ്, എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ചേച്ചിയാണ് ഗൈസിന്റെ. ഇതാണ്ട് ഒരു ചെടിച്ചട്ടിയൊക്കെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന. ഇതാണ് ഇന്നത്തെ ബ്ലൂപ്പർ. ഒരു പല്ല് വിളിച്ചോണ്ടിരിക്കുന്നു ഗൈസ് ഒരാൾ. ഗൈസ് ഈ ചേച്ചി ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. അടുത്ത വീഡിയോ ചേച്ചിയുടെ ഫേസ് റിവീലാണ് ഗൈസ്. ആ ചേച്ചിയാണ് ഫേസ് കാണിക്കുന്നത്. ഈ ചെടിച്ചട്ടി എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും. ഇത് കണ്ടോളൂ ഗൈസ്. ഇപ്പൊ ഒരു സ്പ്രേ ഒക്കെ കൊടുക്കും ഗൈസ് അച്ചാണ്. ബോംബെ വരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സ്പ്രേ. ഗൈസ് നല്ല പവറുള്ള സ്പ്രേ ഒക്കെ കൊടുത്തിട്ട്, ലേറ്റസ്റ്റ് പവറുള്ള ഇതൊക്കെ ഉള്ള സ്പ്രേ കൊടുത്തിട്ട്. ഞാനോ ഓക്കെ ഗൈസ്, എന്റെ ചേച്ചി സപ്പോർട്ട് ചേച്ചി. തുടങ്ങി ഗൈസ്. ഇതാണ് നമ്മുടെ അച്ഛമ്മ, നമ്മുടെ ദേവകി. ദേവകി ആയി പറഞ്ഞു, ദേവകി ആയി പറഞ്ഞേ. നമ്മളെങ്ങോട്ട് ആയി അഞ്ചു. ഇന്നും ഈ വീഡിയോക്കിടയിൽ ഏറ്റവും ആദ്യത്തെ കമന്റ് ചേച്ചിടുന്നതായിരിക്കും ഗൈസ്. പൊന്നു നീ ഒന്ന് റിപ്പോർട്ട് അടിക്കും.
അത് ഞാൻ എടുത്ത് ചമ കോയിസിന്റെ ചമ അതിനെ നോക്കുമ്പോ നല്ല സ്ഥലമല്ലയോ ഒന്ന് പോയാ പിന്നെ അടുത്ത വേറൊന്നും വീഡിയോ എടുക്കുവാന്നേ വെളിച്ചിനും കൂടി ചമ വല്ല 2 വാക്കുകൾ പറയൂ. കുറച്ച് വെച്ചാൽ 2-3 പോലെ മതി കേട്ടോ. അപ്പച്ചിടങ്ങ് കാണും. തോനെ അവിടെ ഇപ്പൊ ഇല്ല. അമ്പലത്തിൽ ഇഷ്ടം പോലെ അവരത്ര കൊണ്ടുവരുന്നു ഇപ്പൊ അവിടെ. ചേച്ചിയുടെ പവർ ഇഷ്ടം മുടക്കണ്ട എല്ലാം കാണിച്ചു. വ്ളോഗിനും കൂടെ ഒരു ടാറ്റ വ്ളോഗിന്റെ ടാറ്റ നിന്നെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ സ്പ്രേ കിട്ടുന്നു ഗൈസ്. ബോംബെ വരെ നമുക്ക് കിട്ടാനുള്ള അത്രയും വലിയ സ്പ്രേ ഒക്കെ കൊടുത്ത് നമ്മൾ ഇറങ്ങുന്നു ഗൈസ്. അമ്മു ചേച്ചിയാണ് ഈ വീഡിയോയിലെ ഹൈലൈറ്റ്. എന്റെ കുഞ്ഞാനീത്തി എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അതൊക്കെ ലൈവായിട്ട് കൊടുക്കാം. ഒരു ഓടിയടി ഒരു ഫുൾ വയസ്സ്. നമ്മളിവിടെ വന്നപ്പോഴത്തേന് ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. മഴയായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയിരുന്നു. അങ്ങനെ നമ്മളിപ്പം നമ്മൾ ആ വഴി തെറ്റിയെങ്കിലും നമ്മളങ്ങ് പോവുമായിരുന്നു. കാരണം എവിടെ ചെന്നാലും മെയിൻ റോഡിലോട്ടല്ലേ, അതുകൊണ്ട് നമ്മളിങ്ങനെ പോവുമായിരുന്നു. അപ്പം മഴയായിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ കണ്ടില്ല, അതുകൊണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ചെന്നു ഗൈസ്. ഇത് ഞങ്ങൾ ചുമ്മാ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോഴാണ് അറിഞ്ഞു 1 മണിക്കൂർ 6 മിനിറ്റിൻ്റെ ഒരു വലിയൊരു പാതയായിരുന്നു ഗൈസ്. നമ്മൾ തിരിച്ച് അതേ സ്ഥലത്ത് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മളെല്ലാവരും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത് കാറിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്, സീറ്റ് തന്നെ ഫ്രണ്ടിൽ വന്നെടുപ്പുണ്ട്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ തിരിച്ചു പോകുമ്പം വഴി കൂടെ ഒരു സ്കൂട്ടിയിലൊരു ചേട്ടൻ പോകുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ നമ്മളെ വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ വണ്ടി തിരിക്കുമായിരുന്നു. ഇനി നമ്മൾ സ്കൂട്ടിയുടെ പുറകിന് പോകും. അപ്പം ആ സ്കൂട്ടി പോകുന്ന ആൾക്കും അതേ വഴി പോകാനുള്ളതായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ വഴി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സഹായം നമുക്ക് കിട്ടി. അങ്ങനെ നമ്മൾ പോവുകയാണേ.
അപ്പോൾ ഗൈസ് ഇവിടെ ആന ഉണ്ടായിരുന്നു. ഞാൻ എനിക്ക് ആ മ്യൂസിക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് നേരം അതിട്ടത്. ഇവിടെ ആന ഉണ്ടായിരുന്നു. ഞാനത് സൂം ചെയ്ത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ആന ആന എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആനയെ കണ്ടു. പിന്നെ നമ്മൾ നേരെ അപ്പച്ചിയുടെ വീട്ടിൽ പോകണം. അവിടെ നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ടേ നമ്മൾ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ പോവുകയാണ് ഗൈസ്. ആൻഡ് ഇവിടെ ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ ഇടുന്ന സമയത്ത് ഇവിടെ ഉപ്പുമുളക് ഉണ്ട് കേട്ടോ. 7 മണിയുടെ ഉപ്പുമുളകും കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ ഇടുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ബോറടിയൊന്നും ഇല്ലായിരുന്നു. കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഇഷ്ടമല്ല ഗൈസ്. പക്ഷെ ഇന്നൊരു ബോറടി മാറി കിട്ടി. അങ്ങനെ നമ്മൾ അപ്പച്ചിയുടെ വീട്ടിലേക്ക് നേരെ പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴത്തെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അതൊന്ന് നല്ല പോണൊക്കെ അമർത്തി വെക്കുക. ബെല്ലൈക്കൺ കൂടി അമർത്തുക. ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യുക ഗൈസ്. ഇപ്പോൾ കമൻറ്റൊക്കെ ഇഷ്ടം പോലെ വരണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ആ ഒരു വ്യക്തി നമുക്ക് വഴി പറഞ്ഞു തന്നുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ലെറ്റ്സ് ഗോ ടു അപ്പച്ചീസ് ഹൗസ്. പഠിക്കും ടൂ 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 എന്നടിക്കും. ഇപ്പം നോക്കി
കുതിരയ്ക്ക് സാധനങ്ങൾ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ വന്നിട്ടുണ്ടോ. അപ്പം എന്നെ കണെങ്കിൽ ഞാൻ സ്നാപ്ചാറ്റിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഞാൻ അങ്ങനെ സ്നാപ്ചാറ്റിൽ യൂട്യൂബിന് വേണ്ടി വീഡിയോ എടുക്കാറില്ല. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം എടുക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ വെല്ലിച്ചിൻ്റെ വീട്ടിലാണ് ഏറ്റവും ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ മാപ്പച്ചിയുടെ വീട്ടിൽ വന്നു. അവിടെ എല്ലാവർക്കും പനി ഉണ്ടായിരുന്നു. ഞാൻ ഒത്തിരി നേരം നിന്നില്ല, പക്ഷേ ഞങ്ങൾ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഒത്തിരി നേരം അവിടെ നിന്നില്ല. കുറച്ചൊക്കെ സംസാരിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വരെയുണ്ടായി. സോ ഗൈസ്, വെല്ലിച്ചൻ്റെ അവിടെ നമ്മൾ ചേട്ടനെയൊക്കെ കണ്ട് ഹാൻഡ് ഷേക്കൊക്കെ തന്ന് ഒരു കെട്ടിപ്പിടുത്തമൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പോകുന്നു ചോദിച്ചു. നല്ലൊരു ഫീലായിരുന്നു. കാരണം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴൊന്നും അങ്ങനെ നമുക്കിനി കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിക്ക് നമ്മൾ പോയപ്പം എന്താ പറയുന്ന ഗ്രീറ്റൊക്കെ ചെയ്തു, ഓൾ ദ ബെസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അച്ചമ്മയുടെ കുറേ സ്പ്രേ ഉമ്മകൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇഷ്ടം പോണൊക്കെ സ്പ്രേ ഒന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആനിമി ചേച്ചിയായി ഞങ്ങളുടെ അമ്മ ചേച്ചി പടം വരച്ച് ഞാൻ കാണിച്ചെങ്കിലും മുറിയിൽ ഇഷ്ടം പോലെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഇറങ്ങാറായിട്ട് കാണിക്കാൻ പറ്റിയില്ല. ഒരു ദിവസം ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ടേബിൾ വരച്ച് എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചെയ്തിട്ട് മാസ്ക് കളിച്ചു. അപ്പോൾ ചെറുതപ്പോൾ ഇതായിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഗായ്സിൻ്റെ വീഡിയോ എൻ്റെ ആൾ സമയമായിട്ടുണ്ട്. ഞാൻ സ്റ്റാൻഡ് വെച്ചാണ് അവിടെ എന്താ പറയുക വെല്ലിച്ചിൻ്റെ അവിടെ എത്തുന്ന ഒരു സ്റ്റാൻഡിലായിരുന്നു കേട്ടോ വീഡിയോ എടുത്തത്. അവിടെ ചെന്ന് എല്ലാവരും സ്റ്റാൻഡൊക്കെ പൊക്കി വാവ് എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേന് ലൈക്ക് അവിടെ ചെന്നപ്പോഴത്തേ പിന്നെ ഞാൻ റെക്കോർഡ് ചെയ്തില്ലായിരുന്നു ഒത്തിരി. അപ്പോൾ സ്റ്റാൻഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കൈ ഇരിപ്പുണ്ടായിരുന്നെങ്കിലും എടുത്തില്ല. എൻ്റെ ഇതൊക്കെ ഞാൻ ചുമ്മാ എടുത്ത് കാണിച്ചെന്നുള്ളൂ. ഞാൻ തിരിച്ചു വരുന്ന വഴി മുഴുവൻ ഞാൻ ഫോണിൽ വാൾപേപ്പർ ഇടാൻ നോക്കുമായിരുന്നു. അങ്ങനെ ഞാനൊരു കക്കാശിയുടെ വാൾപേപ്പറൊക്കെ ഇട്ട് ഗൈസ്. ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഞാനതിട്ടു. കണ്ണിന് ഫുള്ളും വരുന്നത്. അതൊക്കെ ഇട്ട് ഗൈസ്. അതിന് നമ്മൾ വീട്ടിൽ എത്തി. ഇങ്ങനെ കണ്ണൊക്കെ വരുമ്പോൾ എൻ്റെ കമ്മോ എൻ്റെ മോക്കെ ചുമന്ന് ഗൈസ്. ഞാൻ ആ ഒരു വീഡിയോ എടുത്തപ്പോൾ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ടാറ്റ ബൈ ബൈ, സീ യു.